നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും മന്ത്ര മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് ഏകദേശം ഒരു 2 ദിവസം മുമ്പ് എനിക്ക് പാലക്കാട്ടിലോട്ട് പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെ ഒരു ബാത്റൂമിൽ പോയി. ആ ബാത്റൂമിൻ്റെ അവസ്ഥ നോക്കണം. ഏകദേശം കുറേ കാലമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അവസ്ഥ കണ്ടാൽ എന്താ പറയുക, അതൊന്ന് ബാത്റൂമിൻ്റെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കി. പാലക്കാട് BJP ഭരിക്കുന്ന നഗരസഭയിൽപ്പെട്ട സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെ ബാത്റൂമിൻ്റെ അവസ്ഥയാണത്. കണ്ടു നോക്കി, അത് എങ്ങനെയാണെന്നുള്ള ബാത്റൂമിൻ്റെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കി. കണ്ടില്ലേ ഇത് ബാത്റൂമിൻ്റെ അവസ്ഥ? അവിടെ സ്മെല്ലടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല. അവിടെ വളരെ വൃത്തിഹീനമായിട്ടുള്ള സ്ഥലമാണ്. ആ ടോയ്ലറ്റിനകത്ത് പോയാൽ പൈപ്പുകൾ പൊട്ടിയിട്ടും ഒരു വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ബാത്റൂമിൽ. ഞാൻ അവിടുത്തെ ജീവനക്കാരെ വിളിച്ച് സംസാരിച്ചപ്പോൾ അയാൾ പറയുന്നത്, അയാൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫെനായിൽ മറ്റും ഒഴിക്കുന്നുണ്ട് എന്നാണ്. അതിന് നേരിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഫെനായിൽ ഒഴിച്ചിട്ട് കാര്യമില്ല, ഒന്ന് വൃത്തിയാക്കിക്കൂടെ, ഒന്നുകൂടെ വൃത്തിയാക്കി വെച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത്, നേരത്തെ ഈ ടോയ്ലറ്റ്, ഈ ബാത്റൂം കരാറെടുത്തവർ ഇങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. ഇത് ഇപ്പോൾ വന്നിട്ട് പുതിയ ഒരു കരാർ കോൺട്രാക്ട് എടുത്ത് വേറെ ഒരാളാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ പൈസ മേടിക്കുന്നില്ലേ? ബാത്റൂമിൽ പോകാൻ 5ഉം 10ഉം മൂത്രമൊഴിക്കാൻ പോകാൻ 3 രൂപയൊക്കെ മേടിക്കുന്നില്ലേ? ഒന്ന് വൃത്തിയാക്കി വെച്ച് നിങ്ങൾക്ക് എന്താ നഷ്ടം? നിങ്ങൾക്ക് പൈസ മാത്രം മേടിക്കുന്നല്ലോ. ഒരു ക്ലീൻ ആക്കി വെച്ചാൽ അവിടെ നാറിയിട്ട് പോകാൻ പറ്റില്ല. അത്ര അവിടുത്തെ കൗൺസിലർമാർക്കൊന്ന് ശ്രദ്ധിച്ചൂടെ? കൗൺസിലർമാർക്ക് അവിടെ സമയമില്ലേ ശ്രദ്ധിക്കുന്ന സമയം? അവിടെ കൗൺസിലർമാർ ബാത്റൂമിൽ പോയി AC റൂമിലല്ലോ 2നും 1-നൊക്കെ പോകുന്നത്. ഇപ്പം നിങ്ങൾക്കൊക്കെ എവിടെ സമയമല്ലേ? നിങ്ങൾക്കെല്ലാം നാണല്ലോ തോന്നില്ല നിങ്ങൾക്കെല്ലാം? കൗൺസിലർമാർക്ക് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ച് അവിടുത്തെ നഗരസഭയുടെ കീഴിലുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആളുകൾ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്തുകൂടെ ഇതിൻ്റെ ഈ ബാത്റൂമിൽ എങ്ങനെയായിരിക്കും കിടക്കുന്നുണ്ട് പൈസയൊക്കെ കറക്റ്റ് മേടിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. വെറുതെ എന്നല്ലല്ലോ, 5 രൂപയും 10 രൂപയും വിടുന്നിട്ടില്ല മൂത്രയ്ക്ക് പോകാനും ബാക്കി കക്കൂസ് പോകാനൊക്കെ നിങ്ങൾ മേടിക്കും. നിങ്ങൾക്ക് നേരാക്കി ഈ ബാത്റൂം നിങ്ങൾ നേരാക്കി നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെടും? അത് ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് കണ്ടിട്ട് കാണാത്ത പോലെ പോവുകയാണോ നിങ്ങൾ? നഗരസഭയിൽ ആളുകൾക്ക് ഇതൊന്നും നോക്കാനൊന്നും സമയം കിട്ടുന്നില്ല നിങ്ങൾക്കെല്ലാം.
എങ്ങനെ കിടക്കുന്നു നിങ്ങൾ പോയി നോക്കുക അവിടുത്തെ നിങ്ങൾ ആരെങ്കിലും ഈ വഴിക്ക് ഈ ബാത്റൂമിൽ അവിടുത്തെ കൗൺസിലർമാർ ആരെങ്കിലും അത് BJP ആണെങ്കിലും കോൺഗ്രസ്സിലാണെങ്കിലും ആരാണെങ്കിലും ഏതെങ്കിലും ഒരു കൗൺസിലർ ആ വഴിക്ക് പോയിട്ടുണ്ട് ആ ബാത്റൂമിൻ്റെ അവസ്ഥ നോക്കാൻ പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് നാണം തോന്നില്ല നിങ്ങൾക്കെല്ലാം കൗൺസിലർമാരെ നിങ്ങൾക്ക് ഒരു ഉളുപ്പ് തോന്നില്ലേ കൗൺസിലർമാരെ നിങ്ങൾക്കെല്ലാം? ഞാൻ എല്ലാം ഈ ഭരണപക്ഷത്തെ കൗൺസിലർമാരെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന കൗൺസിലർമാരെയും കൂടിയാണ് ഞാൻ പറയുന്നത്. രണ്ടിലപ്പെട്ട കൗൺസിലർമാരോട് ഞാൻ പറയുന്നത്. അതിൻ്റെ അവസ്ഥ കിടക്കുന്നു. നാറിയിട്ട് ഇരിക്കാൻ പറ്റില്ല, പോകാൻ പറ്റില്ല അവിടെ നിന്ന്. നിങ്ങൾ ഞാൻ രാഷ്ട്രീയം പറയല്ല, മണ്ണാർക്കാട് നഗരസഭയിൽ കീഴിലുള്ള അവിടുത്തെ ടോയ്ലറ്റ് പോയി നോക്കി എത്ര വൃത്തിയായിരിക്കുന്നു അവിടെ. അത് കണ്ട് പഠിക്കുന്നു. അവിടുത്തെ നിങ്ങൾ മാതൃകയാക്കി. നിങ്ങൾ അവിടുത്തെ ബാത്റൂമിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്നുള്ളത് ഒന്ന് ശരിയാക്കി. നിങ്ങൾക്കൊന്ന് നഷ്ടപ്പെടും, നിങ്ങൾക്കൊന്ന് നഷ്ടം. നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് ഇടയ്ക്കൊന്ന് പോയി ഒന്ന് നോക്കിക്കോട്ടെ നിങ്ങൾ കൗൺസിലർമാർക്ക്. നിങ്ങൾക്ക് തന്നെ ഷെയിം തോന്നും, നിങ്ങൾക്കൊരു ഉൾപ്പ് തോന്നില്ലേ ഇതെല്ലാം ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട്? എന്താ കിടക്കുന്നത്? ഒരു ദിവസം എല്ലാ കൗൺസിലർമാരെയും പിടിച്ച് അതിനകത്ത് പൂട്ടി വെക്കണം, എന്നാലും നിങ്ങൾ പഠിക്കുകയുള്ളൂ. കൗൺസിലർമാരെയൊക്കെ അവിടെ പിടിച്ചിട്ട് പ്രതിപക്ഷത്തെ കൗൺസിലർമാരെയും ഭരണപക്ഷത്തെ കൗൺസിലർമാരെയും ആ ബാത്റൂമിൽ ഇട്ട് പൂട്ടി വെക്കണം, എന്നാൽ നിങ്ങൾക്ക് അറിയുള്ളൂ അതിൻ്റെ അവസ്ഥ എങ്ങനെയാണുള്ള, അതിൻ്റെ ദുരവസ്ഥ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഒന്ന് നേരാക്കി. പൈസ തരുന്നില്ല, പൈസ തരാൻ ഫ്രീ ആയിട്ടൊന്നുമല്ലോ അല്ലല്ലോ. പൈസ യൂസർ ഫീ തന്നിട്ടില്ല നിങ്ങൾ അതിൽ മൂത്രമൊഴിക്കാനും കക്കൂസിലും പോകുന്നത്. നിങ്ങൾക്കല്ലേ നോക്കി ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കി നിങ്ങൾ.